മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ബ്രെയിൻ ആണ് ഒരു ഹാർഡ്വെയർ. മൈൻഡ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് തലയിലാണോ വയറിലാണോ എവിടെയാണെന്ന് നമുക്കറിയില്ല. സോയിലാണ് മൈൻഡ് എന്നുണ്ടെങ്കിൽ അതിൽ പ്ലാന്റ് ചെയ്യുന്ന പ്ലാൻസ് പോലെയാണ് എക്സ്പീരിയൻസസ്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടു യുവർ മൈൻഡ് അല്ലെങ്കിൽ ടു യുവർ ബ്രെയിൻ ഇറ്റ് ഇസ് സേഫ്. പക്ഷെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് വരുന്ന ആളാണെങ്കിലോ നമ്മൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും, അവിടെ നിന്ന് സഹിക്കും. ഞാൻ എവിടേക്ക് പോവാനാ, എന്നെ ആര് സ്വീകരിക്കാനാ, നീ വീട്ടിൽ പോയിട്ട് എനിക്ക് അറിയുന്ന ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, ആളുകൾ ബോധം കെടുന്നു, എണീറ്റ് വരുമ്പോൾ മുമ്പിൽ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും അതൊരു സ്റ്റേജ് ഹിപ്നോട്ടിസാണ്. അതായത് ഇപ്പോൾ ഒരു അമ്മ മരിച്ച ഒരു ആളാണ് തെറാപ്പിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ അമ്മയായിട്ടുള്ള ഇമോഷൻസ് വർക്ക് ചെയ്യാന്നുള്ളത് ആ ആളുടെ ഹീലിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഗ്രീഫിലൂടെ കടന്നു പോയാലാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞ ഒരാളെ കേൾക്കുമ്പോൾ തന്നെ അതിൽ കുറേ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ അവരാരും കേൾക്കാനും ആളുണ്ടാവില്ല. നമ്മൾ കേട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു അൺബയസ്ഡ് ആയിട്ട് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അത് തന്നെ അവർക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാം. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് 6000 times more powerful than your conscious mind. ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ട് വളരുന്ന വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾക്ക് അതുപോലെ നമ്മളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ട്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ സാൻഡ്ര ജസ്റ്റിൻ ആണ്. ഹായ് സാൻഡ്ര. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കാണുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഇവിടെയുണ്ട്. അപ്പം സൈക്കോളജിസ്റ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിക്കും. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാനിത് മുൻപും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. ബ്രെയിൻ ആണ് ഒരു ഹാർഡ്വെയർ. മൈൻഡ് നമുക്കൊരു സോഫ്റ്റ്വെയറിനെ പോലെ കാണാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? മൈൻഡ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് തലയിലാണോ വയറിലാണോ എവിടെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ മൈൻഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, മെമ്മറീസ്, അല്ലെങ്കിൽ നമ്മൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതെല്ലാം ഇരിക്കുന്നത്. സോ ഐ വുഡ് സേ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണ് മൈൻഡ് എന്നുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ മൈൻഡും മെമ്മറിയും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പം മൈൻഡ് ഒരു സോയിലാണെന്ന് വിചാരിക്കും. ആ സോയിലിൽ നമ്മൾ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഗാർഡൻ. അതിൽ സോയിലാണ് മൈൻഡ് എന്നുണ്ടെങ്കിൽ അതിൽ പ്ലാന്റ് ചെയ്യുന്ന പ്ലാൻസ് പോലെയാണ് എക്സ്പീരിയൻസസ്. ആ എക്സ്പീരിയൻസസ് പിന്നീട് ആ സമയം കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എങ്ങനെയായിരിക്കും നിലനിൽക്കുന്നത്? മെമ്മറീസ് ആയിട്ടായിരിക്കും. സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം, ലോങ് ടേം മെമ്മറീസ് ഉണ്ട്. കുറച്ച് നേരത്തേക്ക് മാത്രം നിൽക്കുന്ന, അധികം ഇമ്പാക്ട്ഫുൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വളരെ കുറച്ച് നേരം നിൽക്കുള്ളൂ. പക്ഷെ ലോങ് ടേം മെമ്മറീസ് ആണെങ്കിൽ കാലങ്ങളോളം അല്ലേ? വല്ല ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മളെ സ്കൂളിലൊരു ടീച്ചർ നല്ലൊരു അടി അടിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, ചിലപ്പോൾ 50 വയസ്സായാലും നമുക്കത് മറക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വിതുമ്പും. അതുപോലെയാണ്. അപ്പോൾ ആ മെമ്മറീസ് എന്ന് പറയുന്നത് ആ പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റിന്റെ സീഡ്സ് ആണ്. ഇറ്റ് ക്യാൻ ഹാവ് ഓർ ക്യാൻ ഇമ്പാക്ട് അവർ റിയാക്ഷൻസ്. അപ്പം ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം ഈ മെമ്മറിയും അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ എടുക്കുക? ഡെഫിനറ്റ്ലി. എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടീച്ചർ അടിക്കുന്നു, ക്രിസ്റ്റീനയ്ക്ക് അടി കിട്ടുമ്പോൾ ക്രിസ്റ്റീന അതിനെ പെർസീവ് ചെയ്യണതും ചിലപ്പോൾ ക്ലാസ്സിൽ സ്ഥിരം അടി കിട്ടുന്ന ഒരാൾക്ക് ഒരു അടിയും കൂടി കിട്ടി കഴിയുമ്പോൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ചിലപ്പോൾ അവരെടുക്കുക അല്ലേ? അതെങ്ങനെ പെർസീവ് ചെയ്യണമെന്നുള്ളതും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ പെർസെപ്ഷൻ അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെർസെപ്ഷൻ ആണ് ഈ മെമ്മറീസും അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ദി ഇമ്പാക്ട് എന്ന് നമ്മൾ പറയും. ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിന്റെ ഇമ്പാക്ട് പിന്നീട് തീരുമാനിക്കുന്നത് പെർസെപ്ഷൻസ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൽ നിന്നുണ്ടാവുന്ന ഒരു ഇപ്പം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു അച്ഛനോ അങ്ങനെ ഒരു കുടുംബാംഗം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ തോന്നുകയാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ജീവിത പങ്കാളി ലൈഫിൽ വേണ്ട നമുക്ക് തോന്നുകയാണ്.
പക്ഷേ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അതേ ക്യാരക്ടർ അല്ലെങ്കിൽ അതേ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളെ പോലെ തന്നെയായി സംഭവിക്കാനും സാധ്യതയുണ്ടല്ലോ. വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായത്. അപ്പോൾ ഇത് ആളുകളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ മൈൻഡിൽ വർക്ക് ചെയ്യുന്നത് ഫെമിലിയാരിറ്റി അനുസരിച്ചിട്ടാണ്. ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടു യുവർ മൈൻഡ് അല്ലെങ്കിൽ ടു യുവർ ബ്രെയിൻ ഇറ്റ് ഇസ് സേഫ്. നമ്മൾ പണ്ട് കാലം തൊട്ടേ സർവൈവ് ചെയ്യണം, സേഫ് ആവണം എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസസും കഴിയുമ്പോൾ അത് മോശമാണോ നല്ലതാണോ എന്നല്ല ബ്രെയിൻ നോക്കുന്നത്, വെദർ വി സർവൈവ്ഡ് ഇറ്റ് ഓർ നോട്ട്. അപ്പം ചെറുപ്പം തൊട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിലും ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹോം, ദിസ് ഇസ് മൈ ഹോം അല്ലെങ്കിൽ ദിസ് ഇസ് വെരി ഫെമിലിയർ ടു മീ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സി വിയിലൊക്കെ ചിലർ വെക്കില്ലേ, ഐ വർക്ക് വെൽ അണ്ടർ പ്രഷർ എന്ന് പറയുന്ന പോലെ അങ്ങനെയായി മാറും നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ. പക്ഷെ അത് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ, വളരെയധികം പാരൻസ് എന്ന് വെച്ച് സ്നേഹിച്ച് വളർത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നല്ല, അവർക്കും ഉണ്ടാവാം. പക്ഷേ മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ചാൻസസ് കുറച്ച് ഹയർ ആയിരിക്കും ഈ ഒരു അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ കെയോട്ടിക് സിറ്റുവേഷൻ അട്രാക്ട് ചെയ്യാൻ. പക്ഷെ ചെറുപ്പത്തിൽ ഓമനിച്ചൊക്കെ വളർത്തുന്ന ആളുകളെ പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഫാമിലിയിൽ കല്യാണം കഴിച്ച് വിടുകയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അവരവിടെ അധികം കാലം സർവൈവ് ചെയ്യില്ല അല്ലേ? അവരൊന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരും, അല്ലെങ്കിൽ ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് പോലും നമ്മൾ കേട്ടല്ലോ ഒരു സൂയിസൈഡിൻ്റെ കാര്യമെല്ലാം. ഇത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ജീവിക്കാൻ നമുക്ക് അത്ര ധൈര്യം വേണ്ട എന്ന് പറയും, പക്ഷെ ആ ഒരു സമയത്ത് കൈവിട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ പക്ഷേ ആ സൂയിസൈഡിലേക്ക് എത്താം ആളുകൾ, അതല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് തിരിച്ച് ഇറങ്ങി പോരാം. ഇതൊക്കെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് വരുന്ന ആളാണെങ്കിലോ നമ്മൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും, അവിടെ നിന്ന് സഹിക്കും. ഞാൻ എവിടേക്ക് പോവാനാ, എന്നെ ആര് സ്വീകരിക്കാനാ? നീ വീട്ടിൽ പോയിട്ട് എനിക്ക് അറിയുന്ന ക്ലയൻസ് ഉണ്ട്, അതായത് വീട്ടിൽ പ്രശ്നം, ഹസ്ബൻഡായിട്ട് കണ്ടിന്യൂസ് പ്രശ്നമുള്ളപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ, ഹസ്ബൻഡിനെ വിട്ടിട്ട് പോകാനല്ല, ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോകാൻ പോലും അവർക്ക് പറ്റില്ല. അവർ പറയും അതിലും ഭേദം ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോവാണെന്ന് പറയും. കാരണം അത്ര പോലും ഒരു ഇമോഷണൽ ബാക്കപ്പോ സപ്പോർട്ടോ അവർക്ക് കിട്ടാത്തൊരു സാഹചര്യം. Then it becomes a familiar thing for them, and to break that pattern it takes so much of effort and work. നമ്മൾ ഹിപ്നോട്ടിസത്തിലേക്ക് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം മിഥ്യാധാരണകളോ അല്ലെങ്കിൽ കുറേ എന്തൊക്കെയോ ധാരണകളുണ്ട്. ഇപ്പം നമ്മൾ കാണാറുണ്ട് വീഡിയോസിലൊക്കെ ആണല്ലോ, ഇങ്ങനെ ആക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ എന്താ പറയുക ഉറങ്ങി വീഴുന്ന അല്ലെങ്കിൽ തല ഇറങ്ങി വീഴുന്ന ഇത് എന്നിട്ട് നമ്മുടെ മെമ്മറീസിനൊക്കെ അവർ മാറ്റുന്നു, ആ രീതിയിലൊക്കെ കാണാറുണ്ട്. ശരിക്കും എന്താണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ ആ ഒരു ഇതില്ലേ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, ആളുകൾ ബോധം കെടുന്നു, എണീറ്റ് വരുമ്പോൾ മുമ്പിൽ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും അതൊരു സ്റ്റേജ് ഹിപ്നോട്ടിസാണ്. ഓക്കെ, അതൊരു സ്റ്റേജ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ വളരെ ടെമ്പററി ആയിട്ട് അവര് മൈൻഡിനെ സജസ്റ്റബിൾ ആയ ആൾക്കാരെ ചൂസ് ചെയ്ത് അവർ ചെയ്യുന്ന മെന്റലിസവും സ്റ്റേജ് ഹിപ്നോസിസും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷെ തെറാപ്പി ഈസ് വെരി ഡിഫറെൻറ്റ്. തെറാപ്പിയിൽ നമുക്ക് ഇങ്ങനത്തെ ട്രിക്സും അങ്ങനത്തെ സംഭവങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു മൂവി ഞാൻ ഇന്നാൾ ഒരു ഇംഗ്ലീഷ് പടം കണ്ടപ്പോൾ അതിൽ കപ്പിൽ ഇങ്ങനെ സ്പൂണിട്ട് കറക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്ക് ഇങ്ങനെ താഴ്ന്നു പോണ പോലെയും പിന്നെ കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന പോലെയും ഒക്കെ കാണിച്ചിട്ട്, ഇങ്ങനെ ഒന്നുമല്ല ഹിപ്നോസിസ്. ആ ഒരു മലയാളികൾക്ക് മനസ്സിലാവുന്നത് മണിച്ചിത്രത്താഴായിരിക്കും. അതിൽ ലാസ്റ്റ് ഡോക്ടർ സണ്ണി ഗംഗ ഉണരുകയാണ് എന്ന് പറയുന്ന ഭാഗം, അതിനേക്കാൾ ഉപരി ഈവൻ അതിലാണെങ്കിൽ പോലും ഗംഗ അതിൽ എത്രത്തോളം ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ കണ്ണടച്ചിരിക്കുന്നവരെല്ലാം ഉറങ്ങിയിരിക്കുകയാണോ അതോ അബോധാവസ്ഥയിലാണോ, ഇനി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ താഴെയാണോ എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ആക്ച്വൽ ഹിപ്നോസിസ് ഏതൊരാൾക്കും എല്ലാവരും ഡെയിലി പോകുന്ന ഒരു സാധനമാണ്. ഒരു ഇൻറ്റൻഷൻ, ഫോക്കസ്, ബ്രീത്തിങ്, 3 സാധനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മൾ ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനെല്ലാം പറ്റുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഹിപ്നോസിസ്. ദി തിങ് ഈസ്
ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, കോൺഷ്യസ് മൈൻഡിലായിരിക്കുന്നത്. ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർത്തെടുക്കണം, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും പലതും ഞാൻ ചിന്തിക്കുന്നുണ്ടാവും, അവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഹിപ്നോസിസിലായിരിക്കുന്ന സമയത്ത് നമ്മൾ റേഡിയോയുടെ ഒരു ചാനലിലേക്ക് ട്യൂൺ ചെയ്യുന്ന പോലെയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നർ വോയിസ് വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ ഒരു ഫോക്കസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പം മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതാണോ മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണോ? ആരെയാണ് നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുക? രണ്ടുപേരും പറ്റുമോ? മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരെ, മെന്റലി ചാലഞ്ച്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പോലത്തെ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഹിപ്നോസിസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിപ്നോസിസിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അസോസിയേറ്റഡ് ആയിരിക്കുക എന്നുള്ളത്. നമ്മളുടെ ബോഡിയിൽ ആയിരിക്കണം. ഇപ്പോൾ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് വരാണെങ്കിൽ പോലും നമ്മൾ ആദ്യം കോഗ്നിറ്റീവ്ലി അവരോട് സംസാരിച്ച് കുറച്ച് സെഷൻസ് കഴിഞ്ഞ് ഓൺലി വെൻ വി ഫീൽ ദാറ്റ് ദേ ആർ റെഡി അപ്പം മാത്രമാണ് നമ്മൾ ഹിപ്നോസിസ് ചെയ്യുള്ളൂ. പിന്നെ സൈക്കോസിസിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് ഹിപ്നോസിസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ പോയി ഇമാജിൻ ചെയ്യുന്നത് അത് ഇമാജിനേഷൻ ആണ് എന്ന് വേർതിരിച്ചറിയാനുള്ള ആ ഒരു ലോജിക്കൽ ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളപ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൺഫാബുലേഷൻ സംഭവിക്കാം. കാരണം അവിടെ പോയി നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് നമ്മുടെ റിയാലിറ്റി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് അത് ചിലപ്പോൾ ബാധിക്കാം. നെഗറ്റീവായിട്ട് ബാധിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ ആരെയും ബാധിച്ച് കണ്ടിട്ടില്ല. റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ്. പിന്നെ ഒരു ട്രെയിൻഡ് പ്രൊഫഷണൽ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അവർ ആ ഒരു ഹിപ്നോസിസ് കഴിഞ്ഞ് എണീക്കുമ്പോഴായാലും ആ ഇൻറ്റഗ്രേഷന് വേണ്ടി നമ്മൾ ജെന്റ്ലി സപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹോസ്പിറ്റലുകളിൽ ഹിപ്നോട്ടിസം കൂടുതലായി ചെയ്യാറുണ്ടോ? സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ വരുമ്പോൾ? ഇപ്പം ഉണ്ട്, ഹോസ്പിറ്റലുകളിലും ഹിപ്നോസിസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കൊച്ചിയിലായാലും പല ഹോസ്പിറ്റലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഹിപ്നോതെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ പണ്ട് കാലം തൊട്ടേ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെ സർജറീസിന് വേണ്ടിയിട്ടായാലും പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടായാലും ഈവൻ ഹിപ്നോ ബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഹിപ്നോസിസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, അപ്പം റിസർച്ചുകൾ നടന്നിട്ടുണ്ട് ഒരുപാട്. ഇറ്റ് ഹാസ് ബീൻ വൈഡ്ലി യൂസ്ഡ്. പക്ഷേ അത് നമ്മളുടെ നാട്ടിലായാലും ഇതിനൊരു സ്യൂഡോ സയൻസിന്റെ ലേബൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് എല്ലാവരും അത് മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം അതിന്റെ ഒരു എത്രത്തോളം വ്യാപ്തി ഇവിടെ, അല്ലെങ്കിൽ എത്രത്തോളം എല്ലാവർക്കും ഇത് അറിയാം എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. ബട്ട് ഇറ്റ് ഇസ് ദർ. ചിലർ പറയാറുണ്ട് ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും മരിച്ചുപോയ ആളെ മുന്നിൽ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ മെമ്മറിയുമായി കണക്ട് ചെയ്തിട്ടാണ്. അത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ നമുക്ക് അങ്ങനെ മുമ്പിൽ കാണാനൊക്കെ പറ്റുമോ? തെറാപ്പിയിലാവുമ്പോൾ ചിലപ്പോൾ കാണാം. തെറാപ്പിയിൽ, കാരണം തെറാപ്പിയിൽ കാണാം എന്ന് പറയണത് അത് നമ്മുടെ വിഷ്വലൈസേഷൻ മാത്രമാണ്. അല്ലാണ്ട് മരിച്ച ആൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന് നമുക്ക് അങ്ങനെ തോന്നണം എന്നില്ല. അതായത് ഇപ്പോൾ ഒരു അമ്മ മരിച്ച ഒരു ആളാണ് തെറാപ്പിക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ അമ്മയായിട്ടുള്ള ഇമോഷൻസ് വർക്ക് ചെയ്യാന്നുള്ളത് ആ ആളുടെ ഹീലിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഗ്രീഫിലൂടെ കടന്നു പോയാലാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ആ തെറാപ്പിയുടെ ഇമാജിൻ ചെയ്യുന്ന സ്പേസിലേക്ക് ചിലപ്പോൾ നമുക്ക് ആ അമ്മേനെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. അവരായിട്ട് എന്തെങ്കിലും, ചിലപ്പോൾ എല്ലാവരും പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്താവണം നമ്മുടെ പാരൻസോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ നമ്മളെ വിട്ടു പോകുന്നതൊന്നുമില്ലല്ലോ. പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദേ ഹാവ് ദാറ്റ് കോൺവെർസേഷൻ വിത്ത് ദെയർ മദർ അല്ലെങ്കിൽ വിത്ത് ദെയർ പാർട്ട്ണർ. അത് നമ്മൾ തെറാപ്യൂട്ടിക്കലി ചെയ്യും. പക്ഷെ അതല്ലാതെ പല റീൽസിലും ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ റോട്ടിലൊക്കെ വെച്ചിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ കാണുന്നു അമ്മേനെ എന്നൊക്കെ പറഞ്ഞ്. അത് അഗെയിൻ അത് സ്റ്റേജ് ഹിപ്നോട്ടിസത്തിൻ്റെ ഭാഗമാണ്. അത് തെറാപ്പിയിൽ അതേപോലെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണാം, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഈ രണ്ട് തെറാപ്പിയും തമ്മിൽ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അത് തെറാപ്പി അല്ല. അത് സ്റ്റേജ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. പണ്ടൊക്കെ കൺകെട്ട് വിദ്യ മെന്റലിസത്തിലൊക്കെ ഉള്ള പോലെ കുറേയൊക്കെ ട്രിക്സും കുറേ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഹിപ്നോസിസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മെന്റലി ഉള്ള ഇമോഷൻസിലും വർക്ക് ചെയ്യാനുള്ളൊരു എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയാണ്. കൗൺസിലിംഗും ഈ ഹിപ്നോതെറാപ്പിയും തമ്മിൽ എങ്ങനെ ചികിത്സാ രീതി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ കൗൺസിലിംഗിൽ എന്താ, നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ആവില്ലേ, കൂടുതലും അവരവരുടെ ഇമോഷൻസ് പറയും, കേൾക്കും,
ശരിക്കും പറഞ്ഞ ഒരാളെ കേൾക്കുമ്പോൾ തന്നെ അതിൽ കുറേ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ അവരാരും കേൾക്കാൻ ആളുണ്ടാവില്ല. നമ്മൾ കേട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു അൺബയസ്ഡ് ആയിട്ട് നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അത് തന്നെ അവർക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാം. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു 1-on-1 ഒരു പേഴ്സൺ സെൻറ്റേർഡ് അല്ലെങ്കിൽ ക്ലയൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി മൊഡാലിറ്റിയാണ്. പക്ഷേ ശരിക്കും ചേഞ്ചസ് വരുന്നത് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടായാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചേഞ്ചസ് വന്നാലാണ് മെയിൻ മാറ്റങ്ങൾ വരുള്ളൂ. ഒരു ആശ്വാസം കിട്ടും. കൗൺസിലിംഗ് വഴി ഒരുപാട് മാറ്റങ്ങൾ, സൈക്കോതെറാപ്പി വഴി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഹിപ്നോസിസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലെവലും കഴിഞ്ഞ് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് 6000 times more powerful than your conscious mind. സോ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്സ് ആണെങ്കിലും ഐ ക്യാൻ സേ ഇറ്റ്സ് മാജിക്കൽ. സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്പം ചെയ്യാൻ പറ്റുക? എപ്പോഴും ആക്റ്റീവ് ആണ്. എപ്പോഴും കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ആക്റ്റീവ്. അത് ആക്റ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. അതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിലീഫ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ബിലീഫ്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രബിൾഡ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യണമെന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിലീഫ്സ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻസ് വരുന്നത്. ആ ബിലീഫ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫിലത്തെ കുറേ കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ആ ബിലീഫ്സ് മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിലും ചേഞ്ചസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ചരടുകൾ ധരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക മോതിരങ്ങൾ ധരിക്കുക, ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു ചരട് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ റിലീജിയസ് അല്ല, പക്ഷെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തപ്പം ഓക്കെ ഇത് ആളെ വേദനിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അറിയാതെ ഓക്കെ ഇതുകൊണ്ട് സംഭവിച്ചതാണോ എന്നിങ്ങനെ തിങ്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആളുകൾ പറയാറുണ്ട് ഞാൻ അത് ചെയ്തത് കൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ ആ ഇടത്ത് പോയത് കൊണ്ടൊക്കെ, ഇപ്പം അത് മതപരമായി പറയുമ്പോൾ ഒക്കെ ഞാൻ ആ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയത് കൊണ്ടോ എൻ്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു. അപ്പം നമ്മുടെ വിശ്വാസവും മൈൻഡും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കും. ഒരേ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നതാണോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റിലീജിയസ് അല്ല എന്ന് പറയുന്നത് ഇപ്പോൾ അഡൾട്ട് ആയതിനു ശേഷം എടുത്തൊരു ചോയ്സ് ആയിരിക്കണം, അല്ലേ? അതെ അതെ. ജനിക്കുമ്പോൾ തന്നെ റിലീജിയസ് അല്ലാതെ ജനിക്കുന്നവര് ഭയങ്കര കുറവായിരിക്കും. കാരണം അങ്ങനെ പാരൻസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ ആണ്, ഞാൻ വേറെ ഒരു ഹിന്ദു വീട്ടിലാണ് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്തേനെ, അല്ലേ? ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ട് വളരുന്ന വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾക്ക് അതുപോലെ നമ്മളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ വലുതായി കഴിയുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ എത്ര നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ എനിക്ക് റിലീജിയൻ ആയിട്ടൊരു ബന്ധമില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചരട് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അവർ കെട്ടേ ഇല്ല. അതെ, ഒന്നാമത്തെ കാര്യം. അത് കെട്ടുന്നുണ്ട്, അതിനൊരു ട്രൈയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഏതോ ഒരു പാർട്ട് ഇത് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അതായിട്ട് കണക്ട് ചെയ്യുമ്പം ആങ്കറിങ് എന്നാണ് നമ്മൾ സൈക്കോളജിയിൽ ഇതിനെ പറയാം. ശരിക്കും ഒരു റിങ് ഇടുമ്പോൾ ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ അത് ഇടുന്നതെന്ന് വിചാരിക്കുക. റിങ് ഇടുമ്പോൾ എന്നെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓവർ ടൈം, അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് ആ ഒരു വിശ്വാസം അതിൽ ആഡഡ് ആയിട്ട് ഒരു ഫെയ്ത്ത് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓവർ ടൈം എന്ത് സംഭവിച്ചാലും ഞാൻ അതായിട്ട് കണക്ട് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ കൺഫർമേഷൻ ബയസ്. കാരണം സംഭവിക്കുന്നതെല്ലാം ഇതാണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നെഗറ്റീവ് കാര്യങ്ങളാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിലും അത് ഇതല്ല പറയുന്നത്. വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നെഗറ്റീവ്ലി വിശ്വസിച്ചു, കുറേ വളർന്നു വരുന്ന സാഹചര്യത്തിലെല്ലാം നിന്നൊന്നിനും കൊള്ളില്ല, അങ്ങനെ കുറേ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ നെഗറ്റീവ് ബിലീഫ് എന്നുണ്ടെങ്കിലും ചുറ്റിലും നമ്മൾ ചിലപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കും, അത് കൺഫേം ആണെന്ന് നമ്മൾ വരുത്തും. അപ്പോൾ ഇങ്ങനെ ആങ്കറിങ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് നല്ലതാണ്. നമ്മളൊരു ഇന്റൻഷൻ വെച്ച് ഓക്കെ ഇതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐ എം ഗെറ്റിംഗ് സോ മച്ച് ഓഫ് മണി, അല്ലെങ്കിൽ ദിസ് ഹെൽപ്സ് മീ ടു ബി ഡിസൈറബിൾ എവ്രിവെയർ ഐ ഗോ എന്നൊക്കെ നമ്മൾ ഇന്റൻഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ
ചിലപ്പോൾ ബിരിയാണി നമ്മുടെയൊക്കെ മുത്തശ്ശി കഥകളിലെ നമ്മൾ കുറേ കഥകൾ കേൾക്കുമല്ലോ. അതായത് പണ്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്താ മരിച്ചുപോയ ആളുകളെ കണ്ടിരുന്നു, അല്ലെങ്കിൽ പ്രേതമുണ്ട് എന്നുള്ള കഥകളൊക്കെ നമ്മളോട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ വളർന്നു വരുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ സയൻസ് വെച്ച് പറഞ്ഞാലോ, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊരു റൂമിൽ ഇരിക്കുമ്പോഴോ ഒക്കെ ഒരു നിഴല് പോകുന്നതായിട്ടോ ഒക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം ഈ ചെറുപ്പത്തിൽ കിട്ടുന്നത് നമ്മൾ അതിനെ എത്ര ഖണ്ഡിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ അത് പതിഞ്ഞു പോയി. ഇനി അതൊരിക്കലും മാറ്റം വരില്ല എന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും മാറ്റം വരില്ല എന്നുള്ളതല്ല, അത് എത്രത്തോളം നമ്മൾ അത് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളത് കേട്ടു ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനുണ്ട്. അപ്പോൾ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അവരൊരു അഡൾട്ടിനോട് സംസാരിക്കുന്ന പോലെ ആ കുഞ്ഞിനെ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവന്റെ അടുത്ത് നമ്മൾ പോയിട്ട് ജുജുജു എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഇവര് ഈ കാണിക്കുന്നതിനുള്ള ലെവലിലാവും നോക്കുന്നത്. 3 വയസ്സൊക്കെ ഉള്ളൂ, ബട്ട് ഈവൻ ദെൻ ഹീസ് വെരി ലോജിക്കൽ. അപ്പോൾ അപ്ബ്രിങ്ങിങ്ങിന്റെ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവൻ ദാറ്റ് നമുക്കിപ്പോൾ ഹൊറർ മൂവീസ് നമുക്കറിയാം പ്രേതമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞാലും അതിലേക്ക് ആ ഒരു ജോണർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അത് കുറേ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ട്രാൻസ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഫിയർ അല്ലെങ്കിൽ നമ്മൾ ഞെട്ടുമ്പോഴൊക്കെ നമ്മൾ ചെറുതായിട്ട് ആ ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലാണ്. അപ്പം ഈ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ വീട്ടിലെത്തി ഇരുട്ടത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ മെമ്മറീസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യും, ഈ വിഷ്വൽസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഫിയർ വരും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനാണ് അതിൻ്റെ ഒരു ഹുക്ക്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഹിപ്നോസിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുമ്പോഴത്തേനും നമ്മൾ അമാനുഷിക ശക്തി അല്ലെങ്കിൽ ഒരാത്മാവ് ഈ രീതിയിലേക്കൊക്കെ ഇത് കണക്ട് ചെയ്യാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നത്? ശരിക്കും എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടോ? ദ ഫണ്ണി തിങ് ഈസ് ദാറ്റ് ഇത് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഇന്ന് വരെ ഇത് കണക്ട് ചെയ്ത് കണ്ടിട്ടുള്ള ആളുകളെല്ലാം അമാനുഷിക ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. വിശ്വസിക്കാത്ത ആൾക്കാരുടെ ഒന്നും സെഷനിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഒരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും സജഷൻ ഒന്നും ഉദ്ദേശിക്കണം, ഇനിയിപ്പോ നിങ്ങളുടെ മൈൻഡിലോ തോട്ടിലോ ഉള്ള എന്തെങ്കിലും നെഗറ്റീവ് ഓർ എനി അതർ എനർജീസ് ദാറ്റ് നീഡ്സ് ടു ലീവ് യുവർ സിസ്റ്റം എന്നൊരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ ഞാൻ ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ഹിപ്നോതെറാപ്പിക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം അവിടെ വന്നു എന്ന് വരാം. പിന്നെ മൈൻഡ് കുറേ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന പോലെ ലോജിക്ക് യൂസ് ചെയ്തിട്ടല്ല, മെറ്റഫോറിക്കലായിട്ടാകാം. അപ്പം ചിലപ്പോൾ നമ്മൾ ഇമേജസ് ആയിട്ടും നമുക്ക് പരിചയമില്ലാത്ത വ്യക്തികളായിട്ടും ഇപ്പം സ്വപ്നം നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്, അതേപോലെ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വന്നു എന്നിരിക്കാം. ഈ സ്വപ്നം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും ഇപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ച് അതൊരു ഇമോഷണൽ ഹാലൂസിനേഷൻ പോലെയാണ്. ഇപ്പോൾ ഡ്രീം എന്ന് പറയുമ്പോഴായാലും അത് പല ടൈപ്പ് ഡ്രീംസ് ആവാം. അത് നമ്മളുടെ ഓഫീസിലൊരു ആളായിട്ട് ബോസായിട്ട് നമുക്ക് പ്രശ്നമാണ്. ചിലപ്പോൾ നമ്മൾ ഡ്രീമിൽ കാണുമ്പോൾ കാട്ടിക്കൂടെ ഒരു കരടി നമ്മൾ ഓടിക്കുന്ന പോലെയാവും കാണാം. കാരണം അത് മെറ്റഫോറിക്കലി ആയിരിക്കും നമ്മുടെ മൈൻഡ് അതിനെ പ്രോസസ്സ് ചെയ്യാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡ്രീമിൽ വരുന്നത് നമ്മളൊരു ലണ്ടനിലൊക്കെ പോയി ഇരുന്ന് പിച്ചതണ്ടുന്നതായിരിക്കും. കാരണം ഇറ്റ്സ് ലൈക്ക് എ റിമൈൻഡർ ഒരു പ്രിവെന്റീവ് ഒരു പ്രിക്വേഷൻ ഒക്കെ തരുന്ന രീതിയിലുള്ള ഡ്രീംസ് പോലെയൊക്കെ വരാം. അത് ഏത് ടൈമിൽ വരുന്നു, എങ്ങനെയാണ് ആ വ്യക്തി അതിനെ പെർസീവ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ലണ്ടനിൽ ബെഗ് ചെയ്യുന്ന ഡ്രീം കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടച്ചിട്ടില്ല എന്നുള്ളതല്ല. ഒരാൾക്ക് മേ ബി അതായിരിക്കാം, മറ്റാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്. ചിലപ്പോൾ അവരൊരു സ്റ്റുഡൻറ് ലോൺ എടുത്തിട്ടുണ്ടാവാം. വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ലണ്ടനിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്, ചിലപ്പോൾ അത് പറ്റുന്നില്ല എന്നായിരിക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ.